ധന്യ എന്തോ ധന്യ ഇതുവരെ റഷ്യയിൽ നിങ്ങൾ വന്നില്ലേ പുട്ടിന്റെ വാർത്തയൊന്നും? ധന്യ വേറെ മൂഡിലാണെന്ന് തോന്നുന്നു. അല്ല ഞാൻ പെട്ടെന്ന് വേറെ എന്തൊക്കെയോ ആലോചിച്ചു. മതി, ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ഇപ്പൊ നമ്മുടെ കേരളം ഹൈക്കോടതിയിൽ ഈ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമറ്റം ദുരന്ത മുഖത്തെ കണക്കുകൾ കൊടുത്തു. കേന്ദ്രത്തിന് കൊടുക്കേണ്ട കണക്കുകൾ കോടതി അതെ എസ്റ്റിമേറ്റ് കണക്ക് കേന്ദ്രത്തിൽ കൊടുക്കേണ്ട കണക്ക് പുതിയ വർഷം കൊടുത്തു. അപ്പൊ ഇപ്പോ മാധ്യമങ്ങൾ പുതിയൊരു റിപ്പോർട്ടല്ല അതിന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. അതായത് കേന്ദ്രം എത്ര ദിവസമായി 51 ദിവസമായിട്ടും കേന്ദ്രം കൊടുക്കേണ്ടത് കൊടുത്തില്ല. അതായത് ആദ്യം 1-ാം ഘട്ട സഹായമായി ആവശ്യപ്പെട്ട 1202 കോടി അതിൽ കേന്ദ്രം ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് വാർത്ത ശ്രദ്ധ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഈ ആ സ്ഥലം പുനർനിർമ്മാണത്തിനായുള്ള പുതിയ നിവേദനം നൽകാനായിട്ട് സർക്കാർ ഒരുങ്ങുകയാണ്. അതായത് പുതിയ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. അതിനി എത്ര കോടി ചിലവാകുമെന്നൊന്നും നമുക്കറിയില്ല. അതിന് എസ്റ്റിമേറ്റ് ആണോ എന്താണ്, അതിലിനി എന്താ കണക്കുകളാണ് ഉൾപ്പെടുത്തിയതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ ഇപ്പം മാധ്യമങ്ങൾ ഈ ഒരു വാർത്തയുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തെങ്കിലും പ്ലാനിങ്ങോടെ ആണ് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇതിപ്പോൾ എനിക്ക് ആദ്യം പറയാൻ തോന്നുന്നു, നമ്മൾ ശ്രീജക് പണിക്കർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു വരി ഇങ്ങനെയായിരുന്നു: ഉരുളിനോട് പൊട്ടാൻ പറഞ്ഞതിന് 50 കോടി. പൊട്ടരുതെന്നല്ലേ? അല്ല, പൊട്ടാൻ പറഞ്ഞതിന് 50 കോടി. പൊട്ടിയാലല്ലേ ഇതൊക്കെ കക്കാൻ പറ്റുള്ളൂ. അപ്പൊ പൊട്ടാൻ പറഞ്ഞതിന് 50 കോടി. JCB തള്ളി കയറ്റിയതിന് കോടി, തള്ളി ഇറക്കിയതിന് കോടി. അപ്പോൾ ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും മാധ്യമങ്ങൾ പിണറായിക്കൊപ്പേ നിൽക്കുള്ളൂ, നമുക്കറിയാം. ജനൻ ടിവിയും സുജയ പാർവതി ഒഴിച്ചുള്ള മാധ്യമ പ്രവർത്തകർ, ഒരുവിധം മാധ്യമ പ്രവർത്തകരെല്ലാം ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. പ്രത്യേകിച്ച് ഷാനിക്ക് മോദിയും കേന്ദ്രം എന്നൊക്കെ കേൾക്കുമ്പോൾ കുരു പൊട്ടുകയാണ്. അതായത് എങ്ങനെയും മുഖ്യമന്ത്രിയുടെ കള്ളക്കണക്ക്, പെരുപ്പിച്ച് കാട്ടിയ കണക്ക്, ഇതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. അവർക്ക് മോദി കൊടുത്തില്ല, മോദി ഇവിടെ തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ലേ എന്നും പറഞ്ഞ് ഈ മുറവിളി കൂട്ടൽ തന്നെയാണ്. ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അങ്ങോട്ട് കൃത്യമായിട്ട് വല്ലതും കൊടുക്കണ്ടേ, എന്നാലല്ലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. 75,000 രൂപ ഒരു മൃതദേഹം അടക്കുന്നതിന് ഒരു റീത്തിന് 2340. അത് എന്ത് റീത്ത് ചേച്ചി? എനിക്കറിയൂടാ. സ്വർണ്ണനൂല് കെട്ടിയതായിരിക്കാം. പക്ഷെ ഈ മോദിക്കെതിരെ പറയുന്നതിനോടൊപ്പം തന്നെ ഇരയാകുന്ന മറ്റൊരാളുണ്ട്, നമ്മുടെ സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ നന്നായിട്ട് മാധ്യമങ്ങൾ ട്രോളി. മറ്റേ അന്നത്തെ ആ പ്രശ്നം വന്നപ്പോൾ ഞാൻ എവിടെ നിന്ന് ഇറങ്ങുന്നു അവിടെ നിന്ന് നിങ്ങൾ ചോദിക്കണം. മാധ്യമ പ്രവർത്തകർ ബാക്കിയകത്ത് കോലും കൊണ്ട് വന്നപ്പോൾ സുരേഷ് ഗോപി ഹോട്ടലിൽ നിന്ന് വരുമ്പോൾ ആഹാരത്തെ കുറിച്ച് ബാത്റൂമിൽ ഇന്നലെ പറയുമ്പോ ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ ബാത്റൂമിലെ കാര്യങ്ങൾ ചോദിക്കണം. മറ്റേ ഇന്നലെ പറയുന്നുണ്ട് യുക്രൈൻ യുദ്ധത്തെ കുറിച്ച്. ഞാൻ യുക്രൈനിൽ വരുമ്പോൾ നിങ്ങൾ യുക്രൈനെ കുറിച്ച് ചോദിക്കും. ട്രോളിയല്ലോ. അപ്പൊ നിങ്ങൾ ഇനി കുറച്ചുകൂടെ ട്രോളിക്കോളൂ, എനിക്ക് പറയാൻ സൗകര്യമുള്ളപ്പോഴേ ഞാൻ പറയൂ എന്ന് അദ്ദേഹം കൃത്യമായ നിലപാടെടുത്തു. ഈ വൈറലാകാൻ വേണ്ടി എന്തും പറഞ്ഞു അല്ല തന്നെ ചിന്തിക്കുന്നുണ്ടോ? മാധ്യമ പ്രവർത്തകരോട് അങ്ങനെ സുരേഷ് ഗോപി പെരുമാറുന്നത് ശരിയാണ് എന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം ഒരു ജനപ്രതിനിധിയല്ലേ, നടൻ എന്നതിലുപരി. അതായത് നേരത്തെ രാജ്യസഭ MP ആയിരുന്നത് പോലെ അല്ല, തൃശ്ശൂരിലെ ജനങ്ങൾ സ്നേഹം കൊണ്ട് കൊടുത്തതാണ് വോട്ട്. അപ്പൊ അവരെ കൊണ്ട് അയ്യോ നമ്മൾ ചെയ്തത് തെറ്റായിരുന്നോ, തെറ്റായ ആൾക്കാണോ ഞങ്ങൾ വോട്ട് കൊടുത്തത് എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം പെരുമാറാൻ പാടുണ്ടെന്ന് വിചാരിക്കും. ജനങ്ങളോട് ഒരു കൂറ് ഏത് ജനപ്രതിനിധിക്കും വേണം. ജനങ്ങളോട് മറുപടി പറയേണ്ട അർഹതയും ഒരു ജനപ്രതിനിധിക്ക്. മാധ്യമങ്ങൾ ആർക്ക് വേണ്ടിയാ ചോദിക്കുന്നത്? ജനങ്ങൾക്ക് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു മാധ്യമവും ജനങ്ങൾക്ക് വേണ്ടിയല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സുരേഷ് ഗോപിയുടെ മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേക ചൊറിച്ചിലുണ്ട്. അവർ ചോദിക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ വായിന്ന് വല്ലതും കിട്ടിയാൽ അതിനെ എടുത്തു വെച്ച് അലക്കി BJPക്കെതിരെ തിരിക്കാം. ഇത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം. BJP ഭയങ്കര നല്ല ഇതാണെന്നല്ല ഞാൻ പറയുന്നത്. അവരും കിട്ടേണ്ട സമയത്ത് ഇടതുപക്ഷത്തിനെതിരെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടികളെല്ലാം ഒരേ രീതിയിലാക്കി എന്നല്ല ഞാൻ പറയുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഒരു മനുഷ്യസ്നേഹി കൂടിയായ ഒരു ജനപ്രതിനിധിയാണ്. കാരണം കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് ഇപ്പൊ കേരള ബാങ്കിലെ ജപ്തി നോട്ടീസ് വന്നു. കേരള ബാങ്ക് ഇടതുപക്ഷ സർക്കാരിന്റെ അധീനതയിലുള്ള ഒരു ബാങ്കാണ്. എന്നിട്ട് എന്തുകൊണ്ട് ആ ക്യാൻസർ ബാധിതരാണ് ആ പണം എടുത്ത ആ കുടുംബക്കാർ, എന്നിട്ട് എന്തുകൊണ്ട് അവരെ സഹായിക്കാൻ കേരള ബാങ്ക് തയ്യാറായില്ല? അവിടെയും സുരേഷ് ഗോപി എത്തി. അല്ല, അതിലൊരു കാര്യം പറയട്ടെ, ബാങ്കുകൾക്ക് ബാങ്കുകളുടേതായിട്ടുള്ള നയങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ രീതിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഇപ്പം ലോൺ എടുത്ത ആള് ക്യാൻസർ രോഗിയാണോ എന്താണെന്നുള്ളത് ബാങ്കിന്റെ ബാങ്കിന്റെ തലപ്പത്ത് ഇരിക്കുന്നവർ അന്വേഷിച്ച് എത്രയോ ബാങ്കുകൾ ലോണുകൾ എഴുതി തള്ളിയിട്ടുണ്ട്.
അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത എത്രയോ പേരുടെ എഴുതി തരും. പിന്നെ അതിൽ ഞാൻ വേറൊരു കാര്യം ചേർത്തോട്ടെ, പല ബാങ്കുകളിലും ഇപ്പോൾ ഹൗസിംഗ് ലോണിന് പോകുമ്പോൾ നിസാര കാര്യങ്ങൾ പറഞ്ഞിട്ട് അതായത് പഴയ പ്രമാണത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ ലോൺ റിജക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വ്യാജ പ്രമാണം ഉപയോഗിച്ച് അതേ ബാങ്കുകൾ ഒരുപാട് തട്ടിപ്പ് നടത്തിയ വാർത്തകളും പുറത്തു വരാറുണ്ട്. തൃശ്ശൂർ ഒരു ബാങ്ക് ഉണ്ടായിരുന്നല്ലോ, ഭയങ്കര പ്രശ്നമൊക്കെ ആയ ഒരു ബാങ്ക്, കരിവന്നൂർ സഹകരണ ബാങ്ക്, എത്ര കോടിയുടെ തട്ടിപ്പ്. ആ ബാങ്കിൽ നമ്മളൊരു ലോൺ എടുക്കാൻ പോയി നോക്കട്ടെ, ഒരു 10,000 രൂപയുടെ ലോണിന് പോയി നോക്കട്ടെ, ഒരു സാധാരണക്കാരൻ അവനൊരു 50 ദിവസം ഇട്ട് ഓടിക്കും. കാരണം ബോർഡ് മീറ്റിംഗ് നടന്നില്ല, ബോർഡ് മീറ്റിംഗ് അടുത്ത മാസം 25-ാം തീയതിയാണ്, 15 ഇതൊക്കെ പറഞ്ഞു എടുത്തിട്ട് ഓടിക്കും അവന്. ഇതാണ് ഇവിടെ, ഇതൊന്നും ഒരു മാധ്യമങ്ങൾക്കും കാണാൻ കഴിയില്ല. ഈ സഹകരണ ബാങ്കുകളിലെല്ലാം നടക്കുന്ന അഴിമതികളെല്ലാം ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം എൻ്റെ ഒരു പഴയ സഹപ്രവർത്തകൻ, ആൾ മരിച്ചുപോയി, ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, കടബാധ്യതയിൽ മരിച്ചതാണ്. അപ്പൊ ആ ബാങ്കുകാർ, അവരുടെ ബന്ധു കൂടെയാണ് ആ ബാങ്കിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, അവരിപ്പം ആ വീട്ടുകാർക്ക് മേൽ അധിക സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട് വിറ്റിട്ടെങ്കിലും ഇപ്പം ലോൺ കാലാവധി കഴിഞ്ഞിട്ടില്ല, എന്തൊക്കെ വേറെ നടപടികളൊന്നും ആയിട്ടില്ല, പക്ഷെ ആ വീട്ടുകാർക്ക് മേൽ ഭയങ്കര സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും വീട് വിറ്റിട്ടെങ്കിലും ആ ലോൺ ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരോട് ഈ വീട്ടുകാർ ആവശ്യപ്പെടുന്നത്, ഇവർക്ക് അറിയുന്നതാണ് ആ ലോൺ എടുത്തയാൾ മരിച്ചുപോയി, എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് എഴുതി കുറയ്ക്കണമെന്നല്ല, പുതിയൊരു ലോണായിട്ട് എഴുതി EMI ആയിട്ട് അടയ്ക്കാനുള്ള ഒരു സാഹചര്യം ചെയ്തു കൊടുക്കും. വീട്ടുജോലി ചെയ്തിട്ടെങ്കിലും അവരത് വീട്ടിൽ കൊള്ളാം എന്ന് ആവശ്യമുണ്ട്. പക്ഷെ ബാങ്കുകാർ അതിന് ഒരു സഹകരണവും കൊടുക്കുന്നില്ല. പലരും സംസാരിച്ചു നോക്കി, എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച, നമ്മുടെ സഹപ്രവർത്തകനല്ലേ മരിച്ചു പോയതല്ലേ, അപ്പോൾ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ആ ബാങ്കുകാർ ആരും ഒരു സഹകരണവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അപ്പൊ ആ സ്ഥിതിക്ക് ഇത്രയും അഴിമതികൾ നടത്തുന്നവരാണ്, ഇങ്ങനൊരു ഫേവർ പോലും ഒരാൾക്ക് ചെയ്യാത്തവരാണ് ഈ പല ബാങ്കുകാരും. അതെ, ഇപ്പൊ നമ്മളെ വിഷയത്തിൽ നിന്ന് മാറി നമ്മൾ ജനങ്ങളുടെ വിഷയം പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലിയ രീതിയിൽ അതെ കാട് കയറി ജനങ്ങളുടെ ഒരു വിഷയം പറയും. സുരേഷ് ഗോപിയുടെ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ ആ മോദിയുടെ കാര്യം പറയണം. സുരേഷ് ഗോപിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യ ദിനത്തിന് സുരേഷ് ഗോപി ഒരു ദേശീയ പതാകയും പിടിച്ച് ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ നടന്നു വരുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരുന്നു. സുരേഷ് ഗോപി ഫാൻസ് അതിന് കൈയടിക്കുകയും ഫാൻസ് അല്ലാത്തവർ അതിനെ എന്ത് മനുഷ്യനാണിത് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. ആ വരവ് കാണുമ്പം ആ ഒരു കോമാളി ലുക്ക് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കളിയാക്കിയായിരുന്നു. കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ ഉണ്ട്, നിഷ പുരുഷോത്തമൻ, അതായത് അവരുടെ കോൺക്ലേവിലാണെന്ന് തോന്നുന്നത്, ചെറിയ ഒരു ക്ലിപ്പാണ് ഞാൻ കണ്ടത്, ചോദിക്കുന്നുണ്ട് അന്നത്തെ ആ സംഭവം എന്തായിരുന്നു എന്ന്. അപ്പോൾ സുരേഷ് ഗോപി പറയാണ്, ഒരു കുട്ടി എനിക്കൊരു ദേശീയ പതാക തന്നു, എനിക്കത് ചുരുട്ടി വെക്കാൻ തോന്നിയില്ല, എനിക്കത് കളഞ്ഞിട്ട് വരാനും തോന്നിയില്ല, അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഞാൻ നടന്നു വന്നതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം വെളിയിൽ വരുന്നത്. ഇതറിയാതെയാണ്, അപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ കുട്ടി കൊടുത്ത പതാകയെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് കൂളായിട്ട് വരുന്നത്. പക്ഷെ അദ്ദേഹം ആ കുട്ടിയോടുള്ള സ്നേഹവും ദേശീയ പതാകയോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു ആവേശമാണെന്ന് പറയുന്നുണ്ട്. അതായത് നെയ്തെടുത്ത് ചെടികളിൽ നിന്നുള്ള ഡൈ ഉപയോഗിച്ച് എടുത്തത്, അതായത് ഒരു തരത്തിലും കൃത്രിമമല്ലാത്ത ഒരു ദേശീയ പതാക ഒരാളെ കൊണ്ട് ചെയ്യിച്ചാണ്, അത് വളരെ കോസ്റ്റ്ലിയാണ്. അദ്ദേഹം വീട്ടിൽ ദേശീയ പതാക ഉയർത്തുന്നത് അല്ല. ഞാൻ ചോദിച്ചത്, ഒരു കുട്ടി കൊണ്ട് കൊടുത്തപ്പോൾ സുരേഷ് ഗോപി അത് കയ്യിൽ വാങ്ങി, സുരേഷ് ഗോപി അത് നേരെ കാറിലെടുത്ത് എറിഞ്ഞിരുന്നെങ്കിൽ ദേശീയ പതാക അദ്ദേഹം അതാ ചോദിക്കുന്നത്. ഞാൻ അതങ്ങനെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ട്രോൾ ഇറക്കി, പക്ഷെ ഞാൻ അത് അവിടെ ചുരുട്ടി വെക്കുകയോ കാറിലിടുകയോ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ ഇതിനെ തിരിച്ച് വാദിക്കാൻ വരും. അപ്പോൾ ഇപ്പൊ ഈ മോദിയുടെ സംഭവം, മോദി 51 ദിവസമായിട്ട് ഒന്നും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ, പിണറായി ഈ ജൂലൈ 30 നടന്ന സംഭവത്തിൽ ഈ കേന്ദ്രത്തിൽ കൊടുത്ത ഈ ലോകത്തില്ലാത്ത കണക്കുകൾ ഏകദേശം 1500 കോടിയുടെ തട്ടിപ്പ് നടത്താനാണ് ഇത്രയും സംഭവങ്ങൾ അവിടെ എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ആ തട്ടിപ്പ് പൊട്ടിപ്പൊളിഞ്ഞ് അത് വളരെ ഡിലേ ആയിട്ടല്ലേ റിപ്പോർട്ട് കൊടുത്തത്. 24-ാം തീയതി എങ്ങാണ്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ സംഭവത്തിന് എല്ലാത്തിനും കൂടെ മറ്റേ ഇത് വരുന്നുണ്ട്, ലോക്കൽ കമ്മിറ്റിയിലെ പ്രതിഷേധം, വയനാടിന് 24-ന് പ്രതിഷേധവും ഇതൊക്കെ നടത്തും. കാരണം കള്ളത്തരം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കണ്ണി പൊടിയിടണ്ടേ. അതുകൊണ്ട് പ്രമുഖ ചാനലുകൾക്കൊന്നും പിണറായി ചെയ്തത് തെറ്റല്ല, അത് എസ്റ്റിമേറ്റ് ആണ്, അടിച്ചുമാറ്റല്ല. പുതിയ അതിന് പറയുന്നുണ്ട്, മുൻപ് 270 കോടി ചോദിച്ചപ്പോൾ കേന്ദ്രം അനുവദിച്ചത് 70 കോടിയായിരുന്നു മുൻപ്. അപ്പൊ അതുകൊണ്ട് ഒരു 3 ഇരട്ടി ചോദിച്ചാലല്ലേ 70 കോടിയിൽ ആവശ്യമേ കാണുള്ളൂ. ബാക്കി അവർക്ക് തട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കേന്ദ്രത്തോട് 202 കോടി ചോദിച്ചത്. എങ്ങനെയെങ്കിലും കക്കാൻ വേണ്ടി പുതിയ അടവുകൾ കണ്ടുപിടിക്കണ്ടേ. ഇപ്പൊ തന്നെ ഈ മോദി തന്നെ അന്തം വിട്ട് നിപ്പുണ്ടാകും. 1,75,000 രൂപയ്ക്ക് ഇപ്പൊ മാറി, 75,000 മാറി, ഇപ്പൊ 1,75,000 ആയെന്ന്.
ഒരു മൃതദേഹ അടക്കം ചെയ്യുന്നതിന് എന്തോ ചേച്ചി ഇതൊക്കെ മനുഷ്യന് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇവർ ചെയ്തു വെക്കുന്നത്? അതിനെ മൂടി വെക്കാൻ ഇന്നലെ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തരുന്നുണ്ട്, അരുൺകുമാർ നിഷ്പക്ഷൻ, അരുൺകുമാർ പിണറായിയെ പൊഴുത്തുന്നത്, പിണറായി ചെയ്തതൊക്കെയാണ് ശരി, അതിങ്ങനെയല്ല അതങ്ങനെയല്ല. എന്തുവാടെ ഇതൊക്കെ? സാധാരണ നേരത്തെ പറ്റിച്ച് ഈ കോടികൾ കൊണ്ടുപോണത് പറ്റില്ല എന്നാ നമ്മളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിനോട് ചേർത്ത് പറഞ്ഞോട്ടെ, അഡ്വക്കേറ്റ് ജയശങ്കർ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് പിണറായി വിജയനോട് സ്നേഹമുണ്ടോ എന്ന്. അപ്പൊ അദ്ദേഹം ഹാഷ്മിയോടാണെന്ന് തോന്നുന്നു ജനകീയ കോടതിയിൽ, ഇല്ല എനിക്ക് സ്നേഹമില്ല, എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് കള്ളം പറയാം, പിണറായിയോട് എനിക്ക് സ്നേഹമാണെന്ന്, പക്ഷെ എനിക്ക് സ്നേഹമില്ല എന്ന് അദ്ദേഹവും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതെ, പിണറായി ഇങ്ങനെ കാണിച്ചാൽ ഏത് മുഖ്യമന്ത്രിയോട് ആർക്കാണ് സ്നേഹം ഉണ്ടാകുന്നത്? ജനങ്ങളെ പറ്റിച്ച്. എന്തായാലും ഷാനിക്കാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ഒക്കെ പറഞ്ഞാൽ അവർക്ക് കുരുപൊട്ടും, BJPയെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. എല്ലാ പാർട്ടികളും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്നെയാണ്. ജനങ്ങളിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ കക്കാനും കൊള്ളയടിക്കാനും പറ്റും ആ രീതിയിലൊക്കെ ചെയ്ത് ജനങ്ങളെ പറ്റി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല, അല്ലെങ്കിൽ ഒരു നല്ല ജനപ്രതിനിധി, ഒരു നല്ല പാർട്ടിയോട് ഞാൻ വിശ്വസിക്കുന്നു അല്പമെങ്കിലും ചെയ്യുന്നത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഒഴിച്ചു നിർത്തിയാൽ ഇവിടെ മറ്റാരും ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നു, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ അഹോരാത്രം കഷ്ടപ്പെടുന്നത് എന്നൊന്നും പറഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എല്ലാം അവനവൻ്റെ കീശ വീർപ്പിക്കാൻ തന്നെ.